പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുന്നതിനെ എതിർക്കാൻ UDF നീക്കം. പാർലമെന്ററി പാർട്ടിയിലാണ് തീരുമാനം. കീഴ്വഴക്കങ്ങൾ ഇല്ലാത്ത നടപടിയെന്ന് UDF ആരോപിച്ചു. എത്തിക്സ് കമ്മിറ്റിയിൽ റോജി എം ജോണും UA ലത്തീഫും എതിർക്കും. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചെയ്യുന്നുണ്ട്. ദിസ്ന, ഈ കോൺഗ്രസ് ഒരു ഭാഗത്ത് പറയുന്നു തങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്നു, കോൺഗ്രസിൽ നിന്നും പുറത്താക്കുന്നു. എന്നാൽ അതേ കോൺഗ്രസ് ആണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുന്നതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. എങ്ങനെ കാണാം ഇതിന്? തീർച്ചയായും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കും. മൂന്നാമത്തെ കേസിൽ ഇത്തരത്തിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഈ ഒരു നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കുന്നത് എന്ന് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിന്റെ ഈ ഒരു നിലപാട് ഇതാണ്. അതായത് രാഹുലിനെതിരെ കൃത്യമായ നടപടികൾ എടുത്തിട്ടുണ്ട്. കൂടുതൽ നടപടികളിലേക്ക്, അതായത് ഈ അയോഗ്യത സംബന്ധിച്ച് എതിർപ്പ് പ്രകടമാക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDF പാർലമെന്ററി പാർട്ടിയിലാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നത്. അതായത് സഭയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചരിത്രത്തിലില്ലാതെ ഒരു കീഴ്വഴക്ക നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കുറ്റാരോപിതരെ അയോഗ്യരാക്കുന്ന കീഴ്വഴക്കം മുമ്പൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയുന്നത്. അതിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നത് PC ജോർജിന്റെയും ഗൗരി അമ്മയുടെ ഒക്കെ തന്നെ ഈ വിഷയം വന്നപ്പോൾ ഒരു വർഷത്തിന് ശേഷം അത്തരത്തിലൊരു താക്കീത് നൽകി പറഞ്ഞു വിടുകയായിരുന്നു. അല്ലാതെ അയോഗ്യതയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നൊരു ന്യായീകരണമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും എത്തിക്സ് കമ്മിറ്റിയിൽ ഈ നിലപാട് അവർ വ്യക്തമാക്കുമെന്ന് തന്നെയാണ്. ഈ കോൺഗ്രസ് നിലപാടിനോട് ഘടകകക്ഷികൾക്കും യോജിപ്പ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രാഹുലിനെ പുറത്താക്കിയ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോഴും മറ്റൊരു രീതിയിൽ രാഹുലിനെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പാർട്ടി പോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അശ്വതി, അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമായാണ് ഇത്തരത്തിൽ ഈ കീഴ്വഴക്കമില്ലാത്ത നടപടിയാണ് ഈ അയോഗ്യത എന്ന് പറഞ്ഞുകൊണ്ട് ഈ എത്തിക്സ് കമ്മിറ്റിയിൽ റോജി എം ജോണും UA ലത്തീഫും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അയോഗ്യത വിഷയത്തെ എതിർക്കുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അശ്വതി.